മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിലയിരുത്തൽ എന്നുള്ളത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രനും വയനാട് CPIM ജില്ലാ സെക്രട്ടറി K റഫീഖും വിശദീകരിക്കും. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ടത്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ വിജയ പ്രതീക്ഷകൾ? ഇത്തവണ LDFന് തുടക്കം മുതലുണ്ടായിരുന്ന അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം അവസാനം വരെ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കർഷകരും തൊഴിലാളികളും ഗോത്രജനവിഭാഗങ്ങളുമെല്ലാം LDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ വയനാട് ജില്ലക്കകത്ത് ഉണ്ടായിരുന്നത്. LDFനകത്ത് നല്ല യോജിച്ച നല്ല ഐക്യത്തോടുള്ള പ്രവർത്തനമായിരുന്നു നടന്നിരുന്നത്. ചുരൽമല ദുരന്തം, അതുപോലെ തന്നെ ആനക്കാമ്പയിൽ മേപ്പാടി തുരങ്കപാത, ഇത്തരം വിഷയങ്ങളിലെല്ലാം കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായൊരു പിന്തുണ ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ എന്നുള്ള നിലയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 1.24 കുറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് വിലയിരുത്തൽ? ആ പോളിംഗ് ശതമാനത്തിനെ കുറയലും കൂടുതലും ഈ ഒരു വിജയ സാധ്യതയും തോൽവിയും ഒക്കെ സ്വാധീനിക്കുമോ? LDFൻ്റെ പ്രവർത്തകർ അവരെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊതുവെ LDFനെ ബാധിക്കേണ്ട ഒരു വിഷയമില്ല. പ്രത്യേകിച്ച് ഗോത്ര ജനവിഭാഗങ്ങളെല്ലാം LDFൻ്റെ കരുത്തിൽ വലിയൊരു ജനവിഭാഗങ്ങളാണ് ഗോത്ര ജനവിഭാഗങ്ങൾ. അവരൊക്കെ വന്ന് കൂട്ടത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോളിങ്ങിൻ്റെ ഒരു ശതമാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, LDFന് കിട്ടേണ്ട വോട്ടുകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യുക മാത്രമല്ല, ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു UDF വലിയ രീതിയിൽ പണവും മദ്യവും പാരിതോഷികങ്ങളും കിറ്റുമെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്, ജനങ്ങൾ തന്നെ ചെറുത്ത് നിൽക്കണമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കൽപ്പറ്റ നടന്നിട്ടുള്ളൊരു സംഭവം. അതിനേക്കാൾ വലിയ ആവേശകരമായ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു തിരുനെല്ലി പഞ്ചായത്തിൽ ആദിവാസി ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഏത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാലും LDFന് ഒരു ചരിത്രപരമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം നല്ല മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം തീർച്ചയായിട്ടും LDFന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലതുപക്ഷ അടിത്തറയുള്ള ജില്ല കൂടിയാണ്. മാത്രമല്ല, റഫീഖ് ജില്ലാ സെക്രട്ടറി ആയി വരുന്നത് DYFI ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പെട്ടെന്ന് വലിയൊരു മാറ്റം, ഈ ദുരന്തത്തിന് ശേഷം വലിയൊരു മാറ്റം കാണുന്ന ഒരു സമയത്താണ്. എങ്ങനെയാണ് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? എന്താണ് വിലയിരുത്തൽ? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പരാമർശിച്ചതുപോലെ നേരത്തെ വലതുപക്ഷത്തിന് UDFന് മേൽക്കൈ ഉള്ള ഒരു ജില്ലയാണ്. പക്ഷേ ആ മേൽക്കൈയെ ഒരു അഹങ്കാരത്തോടു കൂടിയാണ് അവർ സമീപിച്ചത് കാലാകാലങ്ങളിൽ. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് ദുരന്തബാധിതരുടെ പണം പോലും തട്ടിയെടുക്കാൻ അവർക്ക് കരുത്തു പകർന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളിവിടെ വിജയിച്ചുകൊള്ളും എന്ന ഒരു ധാരണയാണ് കോൺഗ്രസും UDFനും ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തബാധിതരുടെ പണം പോലും അവർ തട്ടിയെടുക്കുന്ന നിലയുണ്ടായത്. അതിലവർക്ക് കൃത്യമായൊരു മറുപടി ഇതുവരെ പറയാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് അവരുടെ ഈ അഹങ്കാരത്തിൻ്റെയും അധികാര വടംവലിയുടെയും ഒക്കെ ഭാഗമായിട്ടും തട്ടിപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് 5 കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ മാത്രം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തബാധിതരെ വഞ്ചിച്ചതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം UDFും വഞ്ചിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചയുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ തന്നെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും മരണത്തിലേക്ക് തള്ളിവിടുന്ന തട്ടിപ്പിനെക്കുറിച്ചും അവരുടെ ഗ്രൂപ്പ് വഴക്കിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിലെ ഗവൺമെൻറ് സമാനതകളില്ലാത്ത നിലയിലാണ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിയത്. വയനാടിൻ്റെ വിവിധ ആവശ്യങ്ങളോട് ആ നിലയിലാണ് ഗവൺമെൻറ് പ്രതികരിച്ചത്. മെഡിക്കൽ കോളേജ്, തുരങ്കപാത, റോഡുകളുടെയും പാലങ്ങളുടെയും വികസനം, ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള സ്റ്റേഡിയം പോലെയുള്ള പ്രവർത്തനം, ഇങ്ങനെ ഒട്ടനവധിയായ വയനാടിൻ്റെ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെൻറ്റാണ്. ഇതെല്ലാം തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നഗരസഭകൾ നില മെച്ചപ്പെടുത്തും. തീർച്ചയായിട്ടും നഗരസഭകളിൽ മഹാഭൂരിപക്ഷം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എല്ലാ തലങ്ങളിലും നല്ല വിജയം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് കരുത്ത് പകരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധാ പ്രവർത്തകർ
എല്ലാ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കെട്ടായി മറ്റൊരു അഭിപ്രായ ഭിന്നതകളും ഇല്ലാതെ യോജിപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIഎമ്മിൻ്റെ പ്രവർത്തകർക്കുമെല്ലാം വളരെ സജീവമായി രംഗത്തിറങ്ങാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നത്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. മാത്രമല്ല വികസനം, അതുപോലെ തന്നെ ദുരന്ത ബാധിതർക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അതേസമയം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായ ചേരിപ്പോര്, ഭിന്നതകൾ, ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സഹായിക്കും. എന്തായാലും നില മെച്ചപ്പെടുത്താനെങ്കിലും സാധിക്കും, അതല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.